Good evening. Good evening. Good evening, miss. Evening. ആരിഫ് കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ പോയായിരുന്നു? പിന്നെ ട്രെയിനിങ്ങിലായിരുന്നു. ട്രെയിനിങ്ങിലായിരുന്നു അല്ലേ? ഒന്ന് ആരിഫ ഒന്ന് ഹാരിഫ. ഓക്കെ. ഹാരിഫ കയറിയിട്ട് കുറെ നാളായോ? ഇല്ല, ഞാൻ ഓക്കെ ഓക്കെ. ആരിഫ അജ്മൽ എന്ത് പറ്റി? ട്രെയിനിങ്ങിലൊക്കെ ആയിരുന്നു മാം. ഇപ്പൊ 29 കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ തൊട്ടാണ് ക്ലാസ്സിൽ മര്യാദ കയറി. കുറച്ച് ക്ലാസ് കണ്ടു, ഇനി കാണാനുണ്ട് കുറെ. ഓക്കെ ഓക്കെ. നമുക്ക് റെക്കോർഡ് എഴുതാം കേട്ടോ. റെക്കോർഡ് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുതിപ്പിക്കാം. നിങ്ങൾ വരുന്ന ഡേറ്റിൽ മാറ്റമുണ്ടല്ലേ? 7th വരുന്നില്ല അല്ലേ? മെറ്റീരിയൽസ് കുറച്ച് വരാണ്ടെന്ന് ഷമിസ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ചേഞ്ച് ആക്കിയല്ലേ? എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആരെങ്കിലും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് ആക്ടിവിറ്റികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 പേരാണ് തോന്നുന്നു അന്ന് ചെയ്തത്. പിന്നെ റെക്കോർഡ് എഴുതിപ്പിക്കലായിരുന്നു. അതുകൊണ്ട് ആ കാര്യം വിട്ടുപോയി. അപ്പൊ ആരെങ്കിലും ഉണ്ടോ ആക്ടിവിറ്റി ചെയ്യാൻ റെഡി ആയിട്ട്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ആക്ടിവിറ്റീസ് എന്തൊക്കെയൊന്നും കൂടി പറയുമോ? ഞാൻ കുറച്ച് ക്ലാസ്സുകൾ എന്റെ മിസ്സായിട്ടുണ്ട്. കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിച്ചു മോളെ, കുറെ ചെയ്യിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്തത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മനീജ് ചെയ്തായിരുന്നോ? മനീജ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഞാൻ കണ്ടു. അത് പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യണ്ടേന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുദ്ദേശിച്ചത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് കറക്റ്റ് വ്യക്തമായില്ല. അത് ഒരു കുട്ടിക്ക് ടേബിൾ ക്ലീൻ ചെയ്യണ ഒരു ആക്ടിവിറ്റി ലാസ്റ്റ് കണ്ടായിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞ ആക്ടിവിറ്റികൾ നിങ്ങൾ തനിയെ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെറ്റീരിയൽസ് അവൈലബിൾ ആവണം. അതായത് അതിനകത്തുള്ള മെറ്റീരിയൽസ് മൊത്തം നമുക്ക് അവൈലബിൾ ആവണം. ഇപ്പൊ ക്യാരറ്റ് കട്ടിങ്ങിന്റെ ഭാവന ചെയ്തപ്പോൾ അതിനകത്ത് മൊത്തം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല. കുറെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് തീരെ എന്താ പറയാ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നല്ല കുട്ടിയെ നന്നായിട്ട് ചെയ്തു. അപ്പൊ ഓരോ ആക്ടിവിറ്റീസിനും ഓരോ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് ഇപ്പോ ഇനി വളരെ കുറച്ച് മാത്രം ആക്ടിവിറ്റീസ് ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിയും. നമ്മൾ ഷേക്കിംഗ് ഹാൻഡ്സ് അതുപോലെ തന്നെ എക്സ്ക്യൂസ് മേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞതല്ലേ? ആണോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുബീന ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ എടുത്തിരുന്നേ? ഷേക്കിംഗ് ഹാൻഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ എങ്ങനെയാണ് പറയണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഡെമോ പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തെന്നാ ആരും ഒന്നും മിണ്ടാത്തേ? എന്ത് പറ്റി?
എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. ഇനി അടുത്തത് പാർഡൺ മീ ആൻഡ് പ്ലീസ് കേട്ടോ. അതാണ് പാർഡൺ മീ ആൻഡ് പ്ലീസ് എന്ന് പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. ഒരു പേജ് ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് അതിനകത്ത് പറയുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സബീക നിസാം എന്താണ് അവിടെ പറയുന്നത്? പ്രസന്റേഷൻ എങ്ങനെയാണ്? ഇതില് 2-3 ചെയേഴ്സ് ചുമരിനോടോ അല്ലെങ്കിൽ മറ്റേ ഷെൽഫ്സിനോടോ അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൽ 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഒരാൾക്ക് ഇത് ഇരിക്കുമ്പോ തല ശരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് തല നമുക്ക് ബാക്കിൽ ഇതാണ്ട് തല ചെയറിൽ ശരിയായിട്ട് ഹെഡ് ബാക്കിലോട്ട് വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാള് അത് നോക്കിയിട്ട് ഓരോ ചെയേഴ്സും എണീറ്റിട്ട് മുന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മള് വേറെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്ന ഇതാണ് അത് പറയാ പാടന്മീൻ പറഞ്ഞിട്ട് നമ്മളെ ചെയേഴ്സ് ഒന്ന് എല്ലാവരും മുന്നോട്ട് വലിക്കുക. ഒരു ഹെഡ് വെക്കാൻ ഒരു ഗ്യാപ്പ് അവിടെ ബാക്കിൽ ഒരാൾക്ക്. എനിക്കതൊട്ട് മനസ്സിലായത്. അതായത് പേർഡൺ മീ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നോട് ക്ഷമിക്കൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ തിയേറ്ററിലൊക്കെ പോവില്ലേ? തിയേറ്ററിലൊക്കെ പോകുമ്പോഴും നമ്മളൊന്ന് എണീറ്റു എന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരൊന്ന് നോക്കിയിട്ടല്ലേ പോവാ? കാരണം എന്താ നോക്കിയിട്ട് പോകുന്നേ? കുനിഞ്ഞിട്ടൊക്കെ അല്ലേ പോവാ? തലയൊക്കെ ചെരിച്ച് പിടിച്ച്. ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നേ? സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇന്റർവെല്ലിന്റെ സമയത്തല്ല കേട്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്തു പോകുന്നു. അപ്പൊ എല്ലാവരും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെയാണ് കാണുന്നത് അല്ലെ? അപ്പൊ നമ്മളൊന്ന് തല കുനിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് കുനിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ അവിടെ നിന്ന് പോവുക. ഇനി എന്തെങ്കിലും അവർക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ പ്ലീസ് ഇട്ടോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോവുക അല്ലെ? ആ ഒരു കണ്ടീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ കുറെ ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിലായിട്ട് കുറെ കസേരകൾ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, ആ ഒരു നിരയിലേക്ക് അല്ലെങ്കിൽ ആ കസേരകൾ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ആരാണോ ഇത് പറയാനായിട്ട് പോകുന്ന അയാൾ വരികയാണ്. അയാൾ വന്നു കഴിയുമ്പോൾ എന്താണ് ആദ്യം തന്നെ തല ചരിച്ച് ഒന്ന് നോക്കും. അതിനുശേഷം അവിടെ കസേര ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ കസേരയിൽ നിറച്ച ആളുകളുണ്ട്. അതിന്റെ ഇടയിലൂടെ നടക്കാനായിട്ട് അയാൾ ശ്രമിക്കും. അങ്ങനെ അത് അയാളൊന്ന് നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ടോ? നമ്മളായാലും അതെ അല്ലേ, തിയേറ്ററിലായാലും അല്ലെങ്കിൽ ഒരു ഹാളിൽ നമ്മൾ ഇരിക്കുകയാണ്, ഒരു സെമിനാർ നടന്നിരിക്കുന്ന ഹാൾ അല്ലെങ്കിൽ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിറ്റോറിയം, അവിടെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ
എല്ലാവരും ഇരിക്കുകയാണ്, നമ്മളൊന്ന് എണീറ്റ് നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് പോകേണ്ട വന്നാൽ നമ്മൾ ആദ്യം എണീക്കും. അതിനുശേഷം നമ്മളിപ്പോ നടുക്കാണ്, മിഡിൽ പോർഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാനുണ്ട് ഉള്ള സ്ഥലമുണ്ടോ എന്ന് നമ്മളൊന്ന് ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുക? അങ്ങനെയല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? എണീറ്റ് പോയിട്ട് ആ അപ്പൊ എണീറ്റ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം സ്ഥലം ഒന്ന് നോക്കും, നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ തല ചെരിച്ചു നോക്കും, അതായത് അതിൽ കൂടി പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആ വഴി കൂടി പോകാൻ പറ്റുമോ എന്ന് തല ചെരിച്ചു നോക്കും. ദെൻ നമ്മള് ആ കസേരകൾ ഇട്ടിരിക്കുന്ന ആ വരിയിലൂടെ എന്ത് പോകും? നമ്മള് നടന്നു പോകും. അപ്പൊ ആരെങ്കിലും ഒക്കെ കയറി തട്ടോ മുട്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ, അതായത് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമെന്നും പറഞ്ഞിട്ടാ പോവുക, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, പാർഡൺ മീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ. ഇപ്പൊ ചിലപ്പോ നമ്മുടെ കൈ തട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാല് അയാളുടെ കാലുമ കയറി ചവിട്ടിയിട്ടുണ്ടാകും, അല്ലെ? ചവിട്ടയൊക്കെ ചെയ്യില്ലേ ചിലപ്പോ പോകുന്ന വഴിയിൽ? ചിലപ്പോ സാരിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ും എന്താണ്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പാർഡൺ മീ പ്ലീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാനായിട്ട് പഠിക്കണം. ചാടിത്തുള്ളി ഒരു സ്ഥലത്ത്, ഇപ്പൊ നമ്മളൊരു കല്യാണം നടക്കുന്ന ഒരു ഹാളിൽ ഇരിക്കുകയാണ്, ചെക്കന്റെയും പെണ്ണിന്റെയും താലിയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എനിക്ക് പോവാണ്. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമ്മളെല്ലേ കാണുന്നേ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര പൊക്കമാണ്. അപ്പൊ ആ പൊക്കമുള്ള എന്നെ കാണുമ്പോൾ അവർക്ക് മുന്നിലിരിക്കുന്ന ചെക്കനെയും പെണ്ണിനെയും കാണാൻ പറ്റുമോ? അപ്പൊ നമ്മള് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ആ നിരയിൽ അതിന്റെ ഇടയിലൂടെ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മമായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പോവാനായിട്ട് ശ്രമിക്കുക. കുട്ടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവരെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവരെയും കൂടി എടുത്തിട്ട് നേരായ രീതിയിൽ കൊണ്ടുപോകണം. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് നമ്മൾ കുട്ടികളെയാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഒരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് എണീറ്റ് പോകണം എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതൊരു ഇൻസിഡന്റ് പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ തല ചരിച്ചു നോക്കി, ഗ്യാപ്പ് ഉണ്ടോന്ന് നോക്കി, അതിനുശേഷമാണ് അതിലൂടെ നടന്നു പോയത്. നടന്നു പോകുമ്പോൾ ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകേണ്ടത്. അപ്പൊ എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ സംഭവം? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്ഷമിക്കാന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? അതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? കസേരയുടെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സോറി പറഞ്ഞിട്ടുണ്ട്. സോറി പറയോ? വല്ല തട്ടലോ മുട്ടലോ അല്ലെങ്കിൽ വല്ല ചവിട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അയാളോട് സോറി പറയും, അല്ലെങ്കിൽ അവര് നമ്മളോട് സോറി പറയും. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാത്ത തരത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ പാർഡൺ മീ പ്ലീസ് എന്ന് പറയാം. അപ്പൊ അവിടെ കാര്യം കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. അപ്പൊ കുട്ടികളെ നമ്മളിത് പറഞ്ഞു പഠിപ്പിക്കണം. അതായത് എന്തെങ്കിലും ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികളെ ഇത് പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ കൺട്രോൾ ഓഫ് എറർ, പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, അതൊന്നും അങ്ങനെ ആവശ്യം വരുന്നില്ല. നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് നോക്കാനുള്ളത് എയിംസ് എന്താണെന്നാണ്. ഇതിന്റെ എയിംസ് എന്തൊക്കെയാ വരുന്നേ? ഇതിലൂടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കവർ ചെയ്ത് പോകുന്നതിലൂടെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് സാധിക്കും? എന്തൊക്കെയാ മനസ്സിലാക്കാനായിട്ട് പറ്റുക? ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പഠിക്കുക? നമുക്ക് മര്യാദ ഉണ്ടാവുന്നു അല്ലെ? എൻഹാൻസ് ഓഫ് കേർട്ടസി. മനീജ എന്താ മോളെ? മറ്റുള്ളവരോട് നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും നമ്മള്. പിന്നെ നമ്മള് സ്വയം നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കും. സെൽഫ് കൺട്രോൾ ഉണ്ട്. പിന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വിനയം, മര്യാദ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും കൂടി പഠിക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പഠിക്കുന്നു. അതായത് നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ പാർഡൺ മീ പ്ലീസ്, നമുക്ക് പറയുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം എന്താ,
നമ്മൾ കാരണം ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കയറി ചവിട്ടി അയാൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ അതിൽ കൂടി പാസ് ചെയ്തത് മൂലം അയാൾക്ക് ചില കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരുടെ ഭാഗത്തും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് നോക്കിയോ കേട്ടോ. മേ ഐ ആണ് കേട്ടോ. മേ ഐ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താ ജസ്ന അവിടെ പറയുന്നേ? ജസ്ന യെസ് മാം. ഒരു ഞാനിത് ചെയ്തോട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഒരു കുട്ടീനോട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. മേ ഐ വാച്ച്, ഞാനിത് കണ്ടോട്ടെ എന്നുള്ള ഇതിൽ ചോദിക്കാണ്. അപ്പൊ ആ കുട്ടി നമ്മളോട് യെസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മ ഒന്നില്ലെങ്കിൽ അവന്റെ അടുത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് നിന്നിട്ട് ബാക്കിലോ അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് ഒരു ചെയർ എടുത്ത് നീക്കിയിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ആ വർക്ക് ചെയ്യണ ചൈൽഡിന്റെ അടുത്തിരുന്ന് അത് കാണാം എന്നുള്ള അർത്ഥത്തിലെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി. ഞാനത് കണ്ടോട്ടെ എന്നൊരു കുട്ടി ചോദിക്കുമ്പോൾ എന്താ പറയാ, ചൈൽഡ് ചോദിക്കുകയാണ് മേ ഐ വാച്ച്, ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ കുട്ടികളുടെ, അതായത് ഒരു ബാക്കിൽ കൈകെട്ടി നിന്നിട്ട് ഉത്തരം പറയണം, അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് കുട്ടിയെ ഒബ്സർവ് ചെയ്യണം എന്നാ പറയുന്നത്. അതായത് കുട്ടിയില് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് പലർക്കും എന്താ പറയാ ഉത്തരം കിട്ടാത്ത ഒന്നാണ് എന്ത്, മേ ഐ. അതായത് എനിക്കിത് കഴിയുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് പല കുട്ടികൾക്കും സംശയം ഉള്ളൊരു വേർഡാണത്. അതായത് ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ അത് അവനിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട്, അവന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് മേ ഐ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, അത്രേ ഉള്ളൂ, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ. എൻഹാൻസ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, കർട്ടസി, സെൽഫ് കൺട്രോൾ, റെസ്പെക്ട് ഫോർ അതേഴ്സ്, അതുപോലെ തന്നെ കൺസിഡറേഷൻ ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ആൻഡ് എഗ്രിബിലിറ്റി ആൻഡ് പോയ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കണ്ടത്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ സൈലൻസ് ഗെയിം ഉണ്ട്. സൈലൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി എടുക്കാത്ത ആക്ടിവിറ്റികൾ ഏതൊക്കെയാണെന്ന് വല്ല പിടുത്തമുണ്ടോ? ഞാനത് എഴുതി വെച്ചായിരുന്നു, പക്ഷെ എന്റെ പേപ്പർ മിസ്സായിപ്പോയി. ഏതൊക്കെ ആക്ടിവിറ്റികളായിരുന്നു ഇനി ചെയ്യാനുള്ളത്? നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാരെങ്കിലും? ടേബിളിൽ വാഷൊക്കെ കഴിഞ്ഞതാണ്. സൈലൻസ് ഗെയിം ഉണ്ട്, അത് ഞാൻ ഒരാളെ ഇപ്പൊ എത്തിക്കാം കേട്ടോ. അതൊരാൾ ചെയ്യണം, പറഞ്ഞാലും മതി കേട്ടോ. ആരാ പറയാ? മനീജ, സൈലൻസ് ഗെയിം എന്താന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. മനീജ. ഓക്കെ മാം. ഓക്കെ, സീക്വൻസിങ് കേട്ടോ. സീക്വൻസിങ് ആരാ ചെയ്യാം? ആരിഫ അജ്മൽ, സമയമുണ്ടോ ചെയ്യാനായിട്ട്? സമയമുണ്ടോ ചെയ്യാനായിട്ട്? സമയം നോക്കാം.
നോക്ക് കേട്ടോ. എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഓരോരോ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. വീഡിയോ ചേച്ചി കണ്ടായിരുന്നു. ആ, അപ്പൊ അതൊന്ന് നോക്കുക, വായിച്ചിട്ട് വരിക, എന്നിട്ട് ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഓക്കെ മാം. അപ്പൊ നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടോ. മനീജക്ക് ഒരു ആക്ടിവിറ്റി തന്നു, ആരിഫക്ക് ഒരു ആക്ടിവിറ്റി തന്നു. അതുപോലെ തന്നെ പെൻഡിങ് ആയി കിടക്കുന്ന ചില ആക്ടിവിറ്റീസുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ ഒന്ന്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾ ചെയ്യാം. നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ നമുക്ക് നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ, മെറ്റീരിയൽസ് വെച്ചിട്ട്. അത് മതിയല്ലോ. ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ? കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചപ്പോ മറ്റുള്ളവരെ കൊണ്ട് കിട്ടിയില്ലേ? കിട്ടിയല്ലേ? ആ, ഇനി ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. സെവൻത്ത് ഡേറ്റ് മാറ്റിയായിരുന്നു മാം. ആ, അത് അറിഞ്ഞായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് ജിഷാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വരുന്നത് വെറുതെ ആവില്ലേ? നമ്മൾക്ക് എല്ലാ മെറ്റീരിയൽസും റെഡി ആയാലല്ലേ നമ്മള് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വന്നാൽ മതി. മെറ്റീരിയൽസ് ഞാൻ വന്നിട്ട് അറിയിച്ചാൽ മതി. ആ, അത് അറിയിക്കോട്ടെ എന്തായാലും. വാഷിംഗ് ഹാൻഡ്സ് കേട്ടോ. വാഷിംഗ് ഹാൻഡ്സ് ആരാ ചെയ്യാം? വാഷിംഗ് ഹാൻഡ്സ് കൈ കഴുകുന്നത് ആരാ ചെയ്യാ? അത് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നസീമ ചെയ്യോ? നസീമ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വാഷിംഗ് ഹാൻഡ്സ് മാം, അത് നോക്കണം. അടുത്ത ദിവസം ചെയ്താൽ മതിയോ? അടുത്ത ദിവസം മതി, ഇന്ന് വേണ്ട. അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച കേട്ടോ. വ്യാഴാഴ്ച ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ വാഷിംഗ് ഹാൻഡ്സ്, ദെൻ അൺഫാസ്റ്റനിങ്. അൺഫാസ്റ്റനിങ് ആരാ ചെയ്യാ? ബോ ഫ്രെയിംസില് ഡ്രസ്സിംഗ് ഫ്രെയിം വിത്ത് ബോ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇതാരാ ചെയ്യാ? ഇനി ആരാണ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി? എൻസിൽ ചെയ്തായിരുന്നോ? എൻസിൽ ചെയ്തായിരുന്നോ? ശരണ്യ അനിൽകുമാർ ചെയ്തായിരുന്നോ? ശരണ്യ അനീഷ് കുമാർ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തായിരുന്നോ? മിണ്ടുന്നില്ലല്ലോ ചോദിക്കുമ്പോ. അതും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ തീർത്തതാണ് ആക്ടിവിറ്റീസ്. ആരാ ചെയ്യാം? ഒരാള് പറയട്ടോ. ചെയ്തവർക്ക് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ചെയ്തവർ തന്നെ വീണ്ടും ചെയ്യാവുന്നതാണ്. ഒരാള് പറയൂ, സമയം പോകുന്നു നമ്മുടെ. ആൻസി ബേബി, ആൻസി ബേബി ചെയ്യാമോ? ഏത് ആക്ടിവിറ്റി ആയിരുന്നു മാം? ആ, ഞാൻ ദേ കാണിച്ചു തരാം.
ഇത് നോക്കിയേ, മെറ്റീരിയൽസ് ഡ്രസ്സിംഗ് ഫ്രെയിം വിത്ത് ബൗ എന്ന് കാണിച്ചിട്ടില്ലേ? ബൗ ഫ്രെയിംസ്, പ്രസന്റേഷൻ ആൻഡ് ഫാസ്റ്റനിങ്. അതൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക, എങ്കിൽ കയ്യിലില്ല എങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മാം. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ റെഡി ആയിട്ട് വരിക. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എത്ര പേരോട് പറഞ്ഞു? നസീമയോട് പറഞ്ഞിട്ടുണ്ട്, ആൻസി ബേബിനോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ ആയിരുന്നു, ആരിഫയോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മനീജയോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത്ര പേരോടല്ലേ പറഞ്ഞത്? ഒന്ന് റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമ്മള് പുതിയൊരു സെക്ഷൻ ആരംഭിക്കുന്നതാണ് പിന്നെ അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമ്മൾക്ക് റെക്കോർഡ് എഴുതാനുണ്ട്, അതാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. കാരണം നിങ്ങൾക്ക് ഇതിപ്പോ സമയം നീട്ടി കിട്ടിയത് കൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി റെക്കോർഡ് എഴുതാൻ തുടങ്ങാമല്ലോ. എഴുതട്ടെ? യെസ് മാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിങ്ക് ടവർ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? പിങ്ക് ടവർ കംപ്ലീറ്റ് ആയോ? പിങ്ക് ടവർ കംപ്ലീറ്റ് ആയോ? ഇന്നലെ ജിഷ മാം എഴുതിച്ചല്ലോ. ഇന്നലെ എഴുതിച്ചോ പിങ്ക് ടവർ? ഫീച്ചേഴ്സ് ഓഫ് ദി ടാബ്ലറ്റ്സ് വരെ എഴുതി മാം. എവിടെ വരെ എഴുതി? ഫീച്ചേഴ്സ് ഓഫ് ദി കളർ ടാബ്ലറ്റ്സ് അവിടെ വരെ എഴുതി അല്ലേ? ആ. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അവിടെ വരെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആ. ഇതൊക്കെ എഴുതിയോ? കളർ ടാബ്ലറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 3 boxes അക്കോർഡിംഗ് ടു ദ കളേഴ്സ്. ഇതൊക്കെ എഴുതിയോ? എഴുതി. ആ. ഫീച്ചേഴ്സ് ഓഫ് ദ കളർ ടാബ്ലറ്റ്സ് എഴുതിയോ? എഴുതി. അതും എഴുതി. ഇത് കംപ്ലീറ്റ് ആയി. അത് കപ്പാസിറ്റി വിൽ ഇംപ്രൂവ്ഡ് അവിടെ വെച്ച് നിർത്താൻ പറഞ്ഞു മാം. Capacity will get improved അല്ലേ? ആ ഓക്കെ, അതൊന്ന് ഫിനിഷ് ചെയ്തോളൂ കേട്ടോ. Their constructive ideas and numerical ability increase. അതെന്താന്ന് പറഞ്ഞു മാം. എന്താ? അത് എഴുതണ്ടെന്ന് പറഞ്ഞു ആ ഒരു സെന്റൻസ്. അത് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് അവിടെ വെച്ച് ഫിനിഷ് ആക്കാൻ പറഞ്ഞു. ഇംപ്രൂവ്ഡ് മാത്രം അത് മതിയെന്ന് അല്ലേ? അത്രയും വെച്ച് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. ബാക്കിയുള്ള സെന്റൻസ് ആണ് നെക്സ്റ്റ് സെക്ഷനിലേക്കുള്ളതാണ് മാം. തെറ്റ് എഴുതിയതാണ്. നെക്സ്റ്റ് സെക്ഷനിലാണ് ശരിക്കും 2 സെന്റൻസ് എഴുതണ്ടേന്ന്. ആ ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം കളറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്? നിങ്ങൾ മടി പിടിച്ചിരിക്കരുത് കേട്ടോ, പറയണം ചോദിക്കുമ്പോ. ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? മോനിഷ, മനു ഒന്ന് പറഞ്ഞേ മോളെ, കളർ ടാബ്ലറ്റ്സ് എന്താ ഉദ്ദേശിക്കുന്നേ? കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് മാം മെയിനായിട്ട് അത് 3 ബോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്ന 3 കളറുകൾ. അത് 3 എടുത്തിട്ട് കളർ ബോക്സ് പ്രൈമറി, കളർ ബോക്സ് സെക്കൻഡറി, ദെൻ കളർ ബോക്സ് ഫുൾ സെറ്റ്, ടെറിട്ടറി. അങ്ങനെയാണ് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് കളർ ബോക്സ് പ്രൈമറി. ഇതിനകത്ത് തന്നെ ഈ കളർ ബോക്സ് പ്രൈമറിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കളേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഈ 3 കളേഴ്സിനെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ കളർ ബോക്സ് സെക്കൻഡറി. റെഡ്, ബ്ലൂ, യെല്ലോ അല്ലേ കൊടുത്തിരിക്കുന്നേ? റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ സെക്കൻഡ് വരുന്ന കളർ ബോക്സ് സെക്കൻഡറി. ഇതിനകത്ത് മെയിൻ ആയിട്ട് 11 കളേഴ്സാണ് വരുന്നത്. അത് റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ
ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് വൈറ്റ്. ഇത്രയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ കളർ ബോക്സ് ഫുൾ സെറ്റ് ടെറിട്ടറി. ഇതിനകത്ത് 63 ടേബിൾസ് ആണ് വരുന്നത്. ഓരോ ടേബിൾസിലും 9 കളേഴ്സ് ഓഫ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഒരു 9 കളേഴ്സിൽ 7 ഡിഫറെന്റ് ടേബിൾസ് ഉണ്ടാവും. 9 കളേഴ്സ്, ഓരോ 7 ഡിഫറെന്റ് ടേബിൾസിൽ 9 കളർ വെച്ചിട്ടാണ് വരുന്നത്. ആ 9 കളർ എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ഗ്രേ ആൻഡ് ബ്രൗൺ. ഇതാണ് 9 കളേഴ്സ് വരുന്നത്. പിക്ചർ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു മാം. കണ്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കളർ ബോക്സ് അവൈലബിൾ ആണോ? ഉണ്ടോ? കയ്യിലുണ്ടോ? ഇരിപ്പുണ്ടോ? പ്രൈമറി കളർ ബോക്സോ സെക്കൻഡറി ഇരിപ്പുണ്ടോ കയ്യില്? നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ ചെന്ന കാണില്ലേ സെറ്റ്? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതുവരെ വാങ്ങിച്ചിട്ടില്ലേ? ഇല്ല മാം. ഇല്ല അല്ലേ? അപ്പോ മനുഷ്യല്ലേ പറഞ്ഞത്? ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത മനുഷ്യയാണോ? ഓക്കെ. അപ്പോ കളർ ബോക്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ സെറ്റ് ടെർഷ്യറി വരുന്നുണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കളേഴ്സ് ആണ്, റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ദേ ആർ ദ പ്രൈമറി കളേഴ്സ്. അവരെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ വരുന്നത് 11 കളേഴ്സ് ആണ്, റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ഗ്രേ, ബ്രൗൺ ആൻഡ് വൈറ്റ് ആർ ദ സെക്കൻഡറി കളേഴ്സ്. ദെൻ കളർ ബോക്സ് ഫുൾ സെറ്റിൽ വരുന്നത് ടോട്ടൽ 63 ആണ്. അതിനകത്ത് നമ്മൾ 7 ടേബിൾ വെച്ചിട്ട് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ 90 - 7 = 63. അതാണ് വരുന്നത്. അതിനകത്ത് ഓരോ ഇതിലും കൊടുത്തിരിക്കുന്ന ഒരു 9 കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ഗ്രേ ആൻഡ് ബ്രൗൺ. അപ്പൊ അങ്ങനെയാണ് കളർ വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, അതായത് ഓരോ കളറിനെയും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റെക്കോർഡ് എഴുതുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടോ? എഴുതാൻ മാത്രമാണോ ചെയ്തത്? ആ കളർ സൂചിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കളർ അവിടെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ലാസ്റ്റ് കൊടുക്കാന്ന് വെച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്തായാലും കൊടുക്കണം. ക്രയോൺസ് ഇവിടെ എനിക്ക് തോന്നുന്നു ടീച്ചർ, നമ്മുടെ അടുത്ത് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ ഹൈലൈറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രയോൺസ് ഉണ്ടെങ്കിൽ ക്രയോൺസ് ഉപയോഗിക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത് എഴുതിക്കോളൂ കേട്ടോ. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്. അടുത്ത ഹെഡിങ് കൊടുക്കാം. This apparatus consists of different types of triangle in different shade and size. In different shade and size.
their comparison capacity will increase. Their comparison capacity will increase. Their creative and constructive skill get developed. Their creative and constructive skill get developed. They will learn to count. They will learn to count. Different triangles have got different names. Got different names. They will learn the names and they will learn the names and discriminate from the name. Discriminate from the name. Their imaginary skill will develop. Their imaginary skill will develop and realize about angle. And realize about angle and size. And size. Finger and eye coordination will develop. They will get an idea of finding out the same. They will get an idea of finding out the same and different triangles. And different triangles. Their creative and artistic skill get developed. Their creative and artistic skill get developed. എഴുതി കഴിയുമ്പോൾ ഒന്ന് പറയാം കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഓക്കെ.
അപ്പൊ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾ താഴെ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഇതാണ് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്. കാണുന്നുണ്ടോ? കണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? യെസ് മാം. ആ ഓക്കെ, സൂക്ഷിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഏതൊക്കെ ഷേപ്പ് ഉണ്ട്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. ഏതൊക്കെ കളറുകൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. മാം ഇതൊക്കെ നമ്മൾ ഇതാക്കണോ, വരയ്ക്കണോ? എന്താണ്? ഇതൊക്കെ ഈ പിക്ചറൊക്കെ നമ്മൾ വരയ്ക്കണോ? ഇത് എന്താ നമ്മൾ ഒട്ടിക്കണോ? ഇത് വരച്ചിരിക്കുന്ന ഒട്ടിച്ചാലും മതി. ഇത് കിട്ടുവാണെങ്കിൽ ആ ഒരു ഷേപ്പിലിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അല്ലെങ്കിൽ വരച്ചാ മതി അല്ലേ? ഇതേപോലെ. മാം ജിഷ മിസ് പറഞ്ഞ ഇത് പ്രൊവൈഡ് ചെയ്യൂന്ന് പറഞ്ഞു. പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെയോ? അപ്പൊ തരും കേട്ടോ. അപ്പൊ നിങ്ങളത് ചെയ്യണ്ട. അപ്പൊ ഈ ഒരു സ്പേസ് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ? ഒഴിച്ചിടാനാണോ? ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത് ഒഴിച്ചിടാനാ പറഞ്ഞിരിക്കുന്നത്. ഒട്ടിക്കാനുള്ള സ്ഥലം, ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിച്ചിടണം അല്ലെ? ഒന്നും ചെയ്യണ്ട. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതങ്ങനെ, അതല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോട്ട് ഒന്നുകൂടി ഒന്ന് കാണിക്കോ മാം? എന്താ? ആ നോട്ട്സ് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം, ലാസ്റ്റത്തെ സെന്റൻസ്. എന്താണ് നസീമ? അല്ല മാമിന്, ജിഷ മാമിന്റെ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. കേട്ടില്ല അല്ലേ? അതുകൊണ്ടാണല്ലേ. തരൂ കേട്ടോ, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. നോക്കി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതിനകത്ത്. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിളില് ദിസ് apparatus consists of different types of triangle in different shade and size. അതായത് ഈ apparatusൽ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്, പല ഷെയ്ഡുകൾ ഉണ്ട്, പല സൈസിലാണ് വരുന്നത്, പല കളേഴ്സിലുള്ള ട്രയാങ്കിൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് മൂലം എങ്ങനെയാണ് അവരുടെ കപ്പാസിറ്റി കൂടുന്നത് നമുക്കൊന്ന് നോക്കാം. അവരുടെ കമ്പാരിസൺ കപ്പാസിറ്റി ഇൻക്രീസ് ആകും. അതായത് ഞാൻ പറഞ്ഞു ഡിഫറെന്റ് സൈസിലാണ്, അതുപോലെ ഡിഫറെന്റ് കളറാണ്, അതുപോലെ ഡിഫറെന്റ് നെയിംസ് ആണ്. അപ്പൊ അവർക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്ന് എങ്ങനെയൊക്കെയാണ് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഇപ്പൊ സ്ക്വയറിന്റെ എടുക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ റൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ കളർ എടുക്കുമ്പോൾ, അതിന്റെ ഷേപ്പ് എടുക്കുമ്പോഴൊക്കെ വ്യത്യാസങ്ങൾ കുട്ടിക്ക് അനുഭവപ്പെടാം അല്ലെ? അത് കുട്ടി ഫീൽ ചെയ്യും. അപ്പോ അത് കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ ചെയ്യാനുള്ളൊരു ടാലന്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റീവ് സ്കില്ല്, കൺസ്ട്രക്റ്റീവ് സ്കില്ല് ഇതുമൂലം ഡെവലപ്പ് ആകുന്നതാണ്. അവർ എണ്ണാനായിട്ട് പഠിക്കും കേട്ടോ. എണ്ണാനായിട്ട്, കൗണ്ട് ചെയ്യാനായിട്ട് അവര് തുടങ്ങും അല്ലെങ്കിൽ പഠിക്കും. അതുപോലെ തന്നെ അതായത് ഓരോ ട്രയാങ്കിളിനും ഓരോ പേരാണ് ഉണ്ടാവുക. ഡിഫറെന്റ് ട്രയാങ്കിൾസ് ഹാവ് ഗോട്ട് ഡിഫറെന്റ് നെയിംസ്. അവരവരുടെ പേരുകൾ പഠിക്കും, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഒന്ന് മറ്റേതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു, ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റതിന്റെ പേരെന്താണ്, അതവര് അറിയാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതവർ അറിയും. അതുപോലെ തന്നെ ഇമാജിനറി സ്കിൽ ഡെവലപ്പ് ആകും. അതുപോലെ തന്നെ ആംഗിളിനെ കുറിച്ച് അവർക്കൊരു ധാരണ കിട്ടും. ട്രയാങ്കിൾ ആംഗിൾ വരുമ്പോഴല്ലേ, അതായത് കോണിന്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആംഗിളിന്റെ കാര്യങ്ങളെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സൈസ് എത്രയാണെന്ന് അറിയാനായിട്ട് അത് സാധിക്കും. അതുപോലെ തന്നെ ഫിംഗറും ഐ കോർഡിനേഷനും തമ്മിൽ അത് ഡെവലപ്പ് ആകും. കാരണം നമ്മുടെ കണ്ണ് എങ്ങനെയാണോ പോകുന്നത്
അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഫിംഗർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹാൻഡും നമ്മുടെ ഫിംഗറും നമ്മുടെ കണ്ണും തമ്മിൽ കോർഡിനേഷൻ ഉണ്ട് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ. എല്ലാ ആക്ടിവിറ്റീസിനും അങ്ങനെയാണ്. നമ്മുടെ കൈവിരലുകള് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, അതായത് ഈ ഷേപ്പുകളിൽ വെച്ചിട്ട് സെയിം ആയിട്ടുള്ള ഷേപ്സ് ഏതാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സ് ഏതാണ്, അത് കുട്ടിക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും. കുട്ടിയുടെ ആർട്ടിസ്റ്റിക് സ്കില്ല് ഡെവലപ്പ് ആവുന്നതാണ്. ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് കുട്ടിക്ക് കൊടുത്താല് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, കുട്ടി പഠിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ ആ ഒരു പേജ് എന്ത് ചെയ്യുക, വിടുക കേട്ടോ, സ്പേസ് വിടുക. അതിന് നിങ്ങൾക്ക് ഇവിടുന്ന് മെറ്റീരിയൽസ് തരുമ്പോൾ അത് അവിടെ എന്ത് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക കേട്ടോ. ഈ ബൈനോമിയൽ ക്യൂബ്സ് ആൻഡ് ട്രിനോമിയൽ ക്യൂബ്സ് അതൊന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. Binomial cubes are often 8 numbers. They have 2 layers of cubes and cuboids. Trinomial cubes are often 27 numbers. They have 3 layers of cubes and cuboids. Both are very attractive and interesting. Both are very attractive and interesting. By doing and arranging it properly. By doing and arranging it properly, they will become patient and interested. They will become patience. Patience എന്നാണ് കേട്ടോ. Patient. Patience ക്ഷമ എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. Patience and interested. They will correct their own mistake. They will correct their own mistake. And will do until it become correct. And will do until it become correct. IE എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കോമ ഇടാട്ടോ അതിന് ശേഷം. Automatically they are applying control error method. Automatically they are applying control error method.
thinking power will improve. Thinking power will improve. Determination and concentration will get improved. Determination and concentration will get improved. Realize about the size and shapes of the materials. Realize about the size and shapes of the materials. They will enjoy doing the activity. They will enjoy doing the activity. This result in happy learning by happy learning. Happy learning ന്റെ അവിടെ ഒരു quotation mark കൊടുക്കുക കേട്ടോ. Happy learning by repetition through this enjoyment. Repetition through this enjoyment. ഇത് കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. മാം അതെ നേരത്തെ പറഞ്ഞ സൈലന്റ് ഗെയിം എന്ന് പറഞ്ഞ ആക്ടിവിറ്റി മൊഡ്യൂൾ 3-ലല്ലേ പാർട്ട് 2-ല്? അതെ മൊഡ്യൂൾ 3 ആണ് കേട്ടോ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. എഴുതി കഴിഞ്ഞോ? കുറച്ചുകൂടെ ഉണ്ട് ലാസ്റ്റ്. ഓക്കെ sentence. എഴുതി.
മാറ്റിക്കോട്ടെ, ഞാൻ പിക്ചർ കാണിക്കട്ടെ. കഴിഞ്ഞായിരുന്നോ? യെസ് മാം. നോക്കൂട്ടോ, ബൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്, ട്രിനോമിയൽ ക്യൂബ്സ് ഉണ്ട്. രണ്ട് നോക്കിക്കോളൂ. ആരിഫ, ആരിഫ ഉണ്ടോ അവിടെ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ മോളെ എന്താണെന്ന്. ബൈനോമിയൽ ക്യൂബ്സും ട്രിനോമിയൽ ക്യൂബ്സും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പറയാൻ നോക്കിയേ, പറ്റുമോ നോക്ക്. പറയുന്നില്ലേ? ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. എന്താ പറയുന്നേ? ബൈനോമിയൽ ക്യൂബ്സ് ആർ 8 നമ്പേഴ്സ് ഉണ്ടാവും, 2 ലേയേഴ്സ് ആയിരിക്കും. പിന്നെ ട്രൈനോമിയൽ ക്യൂബ്സ് ആർ ഓഫ് 27 നമ്പേഴ്സ്, അതിൽ 27 നമ്പേഴ്സും 3 ലേയേഴ്സും ആയിരിക്കും. പിന്നെ രണ്ടും അട്രാക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂബ്സ് ആണ്. ബൈ ഡൂയിങ് അറേഞ്ചിങ് ഇറ്റ് പ്രോപ്പർലി ദേ വിൽ ബിക്കം പേഷ്യൻസ് അല്ലേ, ക്ഷമയല്ലേ? അതെ അതെ. ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ഷമയും പിന്നെ കുറച്ച് കൂടുതൽ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും. They will correct their own mistake and അവർക്ക് തന്നെ അവരുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് കറക്റ്റ് ആവുന്നവരെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് തന്നെ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങള് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്തിട്ട് വരിക. ക്യൂബ്സും ക്യൂബോയിഡ്സും ഒന്ന് വരച്ചിട്ട് വരിക. ഓക്കെ ആണോ? ക്യൂബ് വരയ്ക്ക, ക്യൂബോയിഡ് വരയ്ക്ക, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് നോക്കിയിട്ട് കാര്യമുള്ളൂ. അതിന്റെ ഡിഫറൻസ് മനസ്സിലാവണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ പിക്ചർ കാണുമ്പോൾ ഷേപ്പിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. മാത്സ് ടീച്ചർ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ക്യൂബ് വരയ്ക്കുക, ക്യൂബോയിഡ് വരയ്ക്കുക. ഓക്കെ ആണോ? എല്ലാവരും പോയി തോന്നുന്നു കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഒന്ന് വരച്ചിട്ട് വരിക, എന്നിട്ട് അതൊന്ന് കാണിക്കുക കേട്ടോ. ക്യൂബ്, ക്യൂബോയിഡ് കേട്ടോ, രണ്ടും വരച്ചിട്ട് വരിക. രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അതിന്റെ ഡിഫറൻസ് എന്താണെന്ന്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും. ഒന്നതൊന്ന് ഓർമ്മിക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും കേട്ടോ. ഒന്ന് വരച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.